എടാ ഞാൻ ആ ബൈപ്പാസിൻ്റെ സൈഡിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി പോവാം. 10 കൊല്ലം കഴിഞ്ഞാൽ നല്ല പൊന്നും വില കിട്ടും. 10 സെൻറ്റ് ബൈപ്പാസിൻ്റെ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് നല്ല കാശാവില്ലേ? അതിന് മാത്രം കാശൊക്കെ നിൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പുട്ടുവല്ല ലോണൊക്കെ എടുക്കാം. നീ ലോണൊക്കെ എടുത്ത് മാസം മാസം EMI അടിച്ച് കഷ്ടപ്പെടുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടത്തില്ല എന്ന്. അതിനിപ്പോൾ എൻ്റെ പറമ്പിൽ തെങ്ങും തൈ നട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല റിട്ടേൺസ് അതിൽ നിന്നാണ് എനിക്ക്. നിൻ്റെ പറമ്പ് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്നാലേ മ്യൂച്വൽ ഫണ്ടിൽ അത് പറ്റും. അല്ല, നിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിനക്ക് ഊഞ്ഞാലിട്ടിട്ട് ആടാൻ പറ്റുമോ? ഇല്ല. എന്നാലേ എൻ്റെ തെങ്ങും തോപ്പിൽ പറ്റും. കഴിച്ച് എടാ, റിയൽ എസ്റ്റേറ്റ് ഒരു മോശം പരിപാടിയാണെന്നല്ല പറയണത്. പക്ഷേ ഒരു ബുദ്ധിയുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റും മ്യൂച്വൽ ഫണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അവിടെയാണ് അതിൻ്റെ മിടുക്ക്. പിന്നെ ഒരു ലോണൊക്കെ എടുത്ത്